വിഷയത്തിൽ തന്നെ നമ്മൾ തുടരാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യൻ്റെ മലയാളത്തിൽ വായിച്ചേ ഇത്. സോ അതിൽ നമ്മൾ അതിൻ്റെ മറുപടി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച വാക്യങ്ങൾ റോമർ 11:36, 1 കൊരിന്ത്യർ 15:28, 1 കൊരിന്ത്യർ 10:31. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്, പരമകർത്തവ്യം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. അതുമാത്രമല്ല, അവനിൽ ആനന്ദിക്കണം. എൻജോയ് ഹിം. അവനിൽ നമ്മൾ എന്തോ ചെയ്യണം? ആനന്ദിക്കണം. എൻജോയ്ക്ക് മലയാളം രസിക്കണം. നമ്മൾ ആരിൽ രസിക്കണം? ദൈവത്തിൽ രസിക്കണം. ഇതാ ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വായിച്ചാട്ടെ, സങ്കീർത്തനം 73 അതിൻ്റെ 24 തൊട്ട് 28 വരെ. സങ്കീർത്തനം 73 24 തൊട്ട് 28 വരെ. സാംസ് 73 24 to 28. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഒന്നുകൂടെ അതിൻ്റെ 24 തൊട്ട് നമ്മൾ വായിച്ചേ. നമ്മളത് പിന്നെയും വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവശബ്ദമാണ്. അത് ദൈവം നമ്മളോട് സംസാരിക്കുക. അതിൻ്റെ ഓരോ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിന്നെയും ആ വാക്യം തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചാട്ടെ. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ദൈവം വചനം നമ്മളോട് കൃത്യമായി പറയുന്നത്, ദൈവം തൻ്റെ ആലോചന തന്ന് നമ്മളെ എന്തോ ചെയ്യും? നടത്തും. പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? പക്ഷെ ദൈവത്തിൻ്റെ ആലോചന കിട്ടി നമുക്ക് ലഭിക്കണമെങ്കിൽ ബേസിക് കാര്യം, ഞാൻ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിച്ചാൽ മാത്രമേ ദൈവം തൻ്റെ ആലോചന തന്നെ എന്നെ എന്തോ ചെയ്യും. ഇന്ന് നമ്മൾ ഭാരപ്പെടുന്നതിൻ്റെ കാരണം, പ്രയാസപ്പെടുന്നതിൻ്റെ കാരണം, നമ്മൾ എന്തോ ചെയ്യണമെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഭാരങ്ങളുള്ളത്. ഇന്ന് വിശ്വാസികൾ ഭാരപ്പെടുന്ന കാണുമ്പോൾ തന്നെ അതൊരു വലിയ അത്ഭുതമാണ്. നിനക്കെങ്ങനെ ഭാരങ്ങളുള്ളത്? അന്യജാതികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ഞങ്ങൾ വിളക്കാണ് കത്തിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഒട്ട ആചാരങ്ങൾ പോലും നീ ചെയ്യുന്നില്ല. നീ എങ്ങും കുമ്പിടാൻ പോകുന്നില്ല. നീ പറയുന്നത് നീ ദൈവത്തിൻ്റെ ആലയമാണ്. നീ പറയുന്നത് നിനക്കൊരു പിതാവുണ്ട്. ഞങ്ങൾക്ക് ഗുരുക്കന്മാരും സ്വാമികളുള്ളപ്പം നിനക്ക് ആരുമില്ല. കാരണം നീ പറയുന്നത് നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. സോ ബന്ധമുള്ള നിനക്കെങ്ങനെ ഭാരങ്ങളുണ്ടെന്ന്? ദൈവത്തിൻ്റെ ആലയമായി തീരുന്ന നിനക്കെങ്ങനെ ഭാരങ്ങളുള്ളത്? അന്യജാതികൾ നമ്മളെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുക. ഭാരങ്ങൾ ഞങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഞങ്ങൾ പറയുന്ന കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് ഞങ്ങൾ അനുഭവിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഭാരങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഭാരങ്ങളുള്ളതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആലോചന ലഭിക്കാത്തതിൻ്റെ കാരണം ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ജീവിക്കാത്തോണ്ട് എനിക്ക് എന്തോ കിട്ടുന്നില്ല. ദൈവം എന്നെ ആലോചന തന്ന് നടത്തുന്നില്ല. അതിൻ്റെ താഴെ നമ്മൾ വായിച്ചേ, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് എന്നെ and afterward receive me to glory. Next 25. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ
ഇന്നിപ്പോൾ ഈ ഉച്ച സമയത്ത് നമ്മൾ ഇരിക്കുന്നവർ മിക്കവാറും എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടവരാണ്. നമുക്കിന്ന് ഇപ്പം ഈ സങ്കീർത്തനക്കാരൻ്റെ കൂടെ പറയാൻ ഒക്കുമോ, കർത്താവേ, സ്വർഗത്തിലല്ല ഭൂമിയിൽ എനിക്ക് നിന്നെ അല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? പറഞ്ഞാട്ട്. ഞാൻ ഭൂമിയിൽ വീടോ മക്കളോ സ്വത്തോ അതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒറ്റ ഒരാഗ്രഹം എന്തുവാ? എനിക്ക് നീ മതി. നമ്മൾ പാട്ടുകൾ, നല്ല പാട്ടുകൾ പാടും. നമുക്ക് അവൻ മതിയെങ്കിൽ പിന്നെ ഭാരങ്ങളുണ്ടോ? അന്നേരം ചിലർ പറയും അങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കുമോ? അതെ, ഇങ്ങനത്തെ ഒരു ജീവിതം മാനസാന്തരപ്പെട്ടവന് മാത്രമേ ജീവിക്കാൻ ഒക്കത്തുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ജീവിക്കാൻ ഒക്കുമോ എന്ന് ചോദിക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കിക്കണം, നിനക്ക് മാനസാന്തരം പറഞ്ഞ ഒരു സംഭവം അകത്ത് നടക്കാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കുമോന്ന്. മാനസാന്തരപ്പെട്ടവൻ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവൻ, അവൻ ഈ ഭൂമിയിൽ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ആഗ്രഹം എന്തുവാ? എനിക്ക് കർത്താവ് മതി. അതിൻ്റെ അപ്പുറത്ത് വേറെ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. വീട് കിട്ടിയോ, എൻ്റെ സ്തുതി കൂടാൻ പോകുന്നില്ല. വീട് പോയാലും എൻ്റെ സ്തുതി കുറയുന്നതുമില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും സ്തുതിക്ക് കുറവ് ഇല്ല. കാരണം എൻ്റെ ലക്ഷ്യം, അതാ ദൈവം ഈ വെള്ളപ്പൊക്കം മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നത്. നിൻ്റെ ലക്ഷ്യം ഞാനാണോ? നീ എൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത് എന്നെ നോക്കിയാണോ അതോ ഈ ഒരു വീട് നോക്കിയാണോ? നമ്മുടെ നോട്ടം ശരിയാക്കാനാ ദൈവം ഇത്രയും വെള്ളം ഇറക്കിയത്. വിശ്വാസികളോട് സംസാരിക്കുക. ഈ വെള്ളപ്പൊക്കം ചെങ്ങന്നൂരും ഈ ഏരിയയിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞേനെ, നമ്മൾ ഭക്തന്മാർ ദൈവം ജാതികളുടെ പുറത്ത് ന്യായവിധി അയച്ചതാ. നമ്മളങ്ങനെ മറ്റോരെ നമ്മൾ ഈ ഭൂമി ജീവിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഹാളുകളിലും വീടുകളിൽ വെള്ളം കയറിയോണ്ട് നമുക്ക് വാ തുറക്കാൻ പോലും കഴിയുന്നില്ല. ദൈവം നമ്മളോടാ സംസാരിക്കുന്നത്, അവരോടല്ല. സ്വർഗം നമ്മൾ വിശ്വാസികളോടാ സംസാരിക്കുന്നത്. നിന്റെ നോട്ടം ഏതിൻ്റെ പുറത്ത്? നിന്റെ ആഗ്രഹം ഞാനാണോ? അതിൻ്റെ താഴെ വായിച്ചേ. എന്റെ മാംസവും എന്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. നെക്സ്റ്റ്. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. നിന്നെ വിട്ട് അകന്നവർ എന്തോ ചെയ്യും? നശിച്ചു പോകും. കൃത്യമായി എഴുതിയേക്കുക. ഞാൻ ദൈവത്തെ വിട്ടാൽ, ദൈവവചനം കൃത്യം പറയുന്നത് എന്തുവാ? ഞാൻ നശിച്ചു പോകുന്നേ. എൻ്റെ ആഗ്രഹം കർത്താവ് അല്ലെങ്കിൽ നിത്യ നാശമാ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ലക്ഷ്യം കർത്താവ് അല്ലെങ്കിൽ. നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കണ്ടേ. ഇത് ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ? ഇതുവരെ ആഗ്രഹിച്ചത് ഭൗതിക നന്മ. ഈ ഒരു ചിന്ത മാറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വണ്ടിയെ തിരിക്കണമെങ്കിൽ ഉടനെ തന്നെ നമുക്ക് കുറച്ച് സ്ഥലം മതി. പക്ഷെ ഒരു കപ്പൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ നമ്മുടെ ഈ സ്കോർപ്പിയോ അല്ലെങ്കിൽ കാർ തിരിക്കുന്ന പോലെ അല്ല കപ്പലിനെ തിരിക്കുന്നത്. അതിന് ഒത്തിരി സ്ഥലം വേണം, ഒത്തിരി സമയമെടുക്കും ഒരു കപ്പൽ തിരിക്കാൻ. അതുപോലെ അതിന് ഒത്തിരി വിശ്വാസികൾക്ക് സംഭവിക്കുന്നത്. അവരുടെ ഡയറക്ഷൻ മാറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവം ഇത് ചെയ്തത് നമ്മുടെ ഒരു ഡയറക്ഷൻ മാറാനാണ്. ഇനി ഈ സംഭവം വന്നുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നടക്കും. ചിലർ
ഇന്നലെ ഞാൻ യവനക്കാരോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം നമ്മൾ ബുദ്ധിമാന്മാരില്ലയോ, വെള്ളപ്പൊക്കം വന്നാൽ എന്താ, ഇനി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന 3-ാം നിലയിലായിരിക്കും. 3-ാം നിലയിലായിരിക്കും. ഇനിയും വെള്ളപ്പൊക്കം വന്നോട്ടെ, മനസ്സിലാക്കിക്കോണം, അത് ദൈവം മനസ്സ് കഠിനമാക്കുക. ഞാൻ എൻ്റെ മനസ്സ് കഠിനമാക്കിയാൽ, ഈ പുസ്തകം പറയുന്നേ, ദൈവം മനസ്സ് കഠിനമാക്കി. ഇനി അടുത്തത് റിലീഫ് സെൻറ്റർ അല്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ റിലീഫ് സെൻറ്ററിലോട്ട് ഓടി, ഹെലികോപ്റ്റർ പൊക്കിയെടുത്തോണ്ട് പോയി. മനസ്സ് കഠിനമാക്കിയ റിലീഫ് സെൻറ്റർ അല്ല, നിത്യനാശമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. നിന്റെ ആഗ്രഹം, ദൈവത്തെ വിട്ടകന്നവൻ എന്തോ ചെയ്യും? നശിച്ചു പോകുന്നേ. അതിൻ്റെ താഴെ വായിച്ചേക്കുന്നത്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഇന്നൊരു ഉച്ച സമയത്ത് നമുക്ക് പറയാമോ, എനിക്ക് ഏറ്റവും നല്ലത് ഏതാ? ദൈവത്തോട് അടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഒരു വാക്യോടെ യോഹന്നാൻ 17:21 തൊട്ട് 23 വരെ. John 17:21 to 23. യോഹന്നാൻ 17:21 തൊട്ട് 23 വരെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. അവരും അങ്ങനെ ആകേണ്ടതിന് തന്നെ, അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. നെക്സ്റ്റ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. സത്യമാണോ? അവിടെ ഒന്ന് നിന്ന് ധ്യാനിച്ചു. കർത്താവ് പറയുന്നത് എന്തുവാ? നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം സത്യമാണോ? ദൈവം നമുക്ക് മഹത്വം തന്നിട്ടുണ്ടോ? ഇല്ല. അതെന്തുവാ? ദൈവം നമുക്ക് തന്നിട്ടുള്ള മഹത്വം ഇവിടെ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ വായി. The glory which thou gavest me, I have given them, that they may be one, even as we are one. മലയാളത്തിൽ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അതിന്റെ 23, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ചിന്തിച്ചേ, പുത്രന്റെ പ്രാർത്ഥനയാ. ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും മഹത്വം തന്നിട്ടുണ്ടോ? പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് മഹത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ മഹത്വം എന്തുവാ? ഓൾറെഡി ദൈവം എനിക്ക് എന്തോ തന്നിരിക്കുക. തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അന്നേരമാണോ നമ്മൾ പറയുന്ന ശാപവും ബന്ധനവും ഇതോ ബാധയോ ഒക്കെയാണ്. എനിക്ക് പുത്രന് കൊടുത്തിരിക്കുന്ന മഹത്വം പോലെ എനിക്കും എങ്ങനെ പുത്രനെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. പുത്രൻ്റെ ആത്മാവാണ് നമ്മൾ ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരവും തന്നിട്ടുണ്ടോ? ഉണ്ടോ? അതോ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ? പുത്രന് കൊടുത്തിരിക്കുന്ന മഹത്വം നമ്മൾ ഓരോരുത്തർക്കും ദൈവം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയും ചെയ്യേണ്ട ഒറ്റ ഒരു വിഷയം, പുത്രൻ പിതാവിനെ പ്രസാദിപ്പിച്ച പോലെ ഞാൻ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ച മതി. പുത്രൻ പിതാവിൽ രസിക്കുന്നത് പോലെ ഞാൻ രസിക്കുന്നത് ഈ വലിയ വീട്ടിലല്ല. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയുക. എനിക്കൊരു വലിയ വീട് ദൈവം തന്നു.
ഞാൻ ആ വീടിനെ നോക്കി രസിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അവൻ്റെ പുറകെ ഇതിനു വേണ്ടിയാണ് ഇറങ്ങിയത്. അവനിൽ രസിക്കുന്നവൻ്റെ ചിന്ത എങ്ങനാ? ഒരു വീട് കിട്ടിയോ, കർത്താവ് വീട് തന്നതിനായി സ്തോത്രം, ഇത്രയേ ഉള്ളൂ. എൻ്റെ വിഷയം, എൻ്റെ ലക്ഷ്യം ഈ വീടല്ല, ഞാൻ പരദേശിയാണ്. എൻ്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടി, പ്രാർത്ഥന എന്തുവാ? കർത്താവെ നല്ല ജോലിയല്ല, നീയുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വരാൻ അനുവദിക്കല്ലേ. ജോലിയല്ല വിഷയം, പൈസയല്ല വിഷയം, നീയുമായിട്ടുള്ള ആ ബന്ധം. കാരണം നിൻ്റെ കൃപയാല ഞാൻ ഇന്നായിരിക്കുന്നത്. അത് ഒന്നുകൂടെ അതിൻ്റെ ആദ്യത്തെ വാക്യം വായിച്ച 21. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. പ്രാർത്ഥനയാ. പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പുത്രൻ പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വീടോ വണ്ടിയോ ഭൗതിക കാര്യങ്ങൾക്കല്ല, ഇവർ നമ്മിൽ ആകണം. അതാ പുത്രൻ്റെ ആഗ്രഹം. മനുഷ്യനായി ഭൂമി വന്ന് രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഒരു വീടോ വണ്ടിയോ മക്കളുടെ വിഷയമല്ല. കർത്താവേ, പിതാവേ, ഇവർ നമ്മിൽ ഒന്നാകണം. അതാ സ്വർഗം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നതും ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇരുത്തിയതും ഇതെല്ലാം സ്വർഗം ചെയ്യുന്നതിൻ്റെ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. നമ്മൾ അവനിൽ ഒന്നാകുമ്പോൾ, ആ ഒരു ദർശനത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം പോകും. സോ മനുഷ്യൻ ജീവിക്കേണ്ടത്, നമ്മളിപ്പം ആ വായിച്ച ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ചീഫ് ആൻഡ് ദി ഹയസ്റ്റ് എൻഡ് ഓഫ് മാൻ? മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ പരമകർത്തവ്യം, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം. രണ്ടാമത്തത്, അവനിൽ ഞാൻ എന്തോ ചെയ്യണം? ഞാൻ അവനിൽ ആനന്ദിക്കണം, അവനിൽ രസിക്കണം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. നെക്സ്റ്റ്, രണ്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ചോദ്യം നമ്പർ 2. ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഹൗ ഡത്ത് ഇറ്റ് അപ്പിയർ that there is a God? നമ്മൾ ഈ പ്രാവശ്യത്തെ ക്ലാസ്സസ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. ദൈവമുണ്ടെന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? വായിച്ചാട്ടെ. റോമൻസ് 1:19, റോമർ 1:19-20. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അതിൻ്റെ കൂടെ വായിച്ചേ സങ്കീർത്തനം 19:1-3 വരെ. സാംസ് 19:1-3. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാകുന്നു. പകൽ പകലിന് വാക്കു പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. സോ നമ്മൾ ഈ 2 വാക്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം. നമ്മൾ അവനെ കണ്ടിട്ടില്ല. അദൃശ്യനായ ദൈവം നമ്മുടെ ഇടയ്ക്കുണ്ട്. ഉണ്ടോ? സത്യമാണോ അതോ തോന്നലാണോ? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെന്ന് ഒരു തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ? പറഞ്ഞാട്ടെ. ദൈവമായിട്ട് ബന്ധമുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകും ഞാൻ ആരുടെ സന്നിധിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ലാസ്സിന് വന്നിരിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്യണം. സർവശക്തൻ്റെ സന്നിധിയാണ് നമ്മൾ. ദൈവസന്നിധി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചിലപ്പോഴൊക്കെ വിശ്വാസികൾക്ക് ഈ ഒരു
ശ്രദ്ധയില്ല. നമ്മൾ 4-5 പേർ ചേർന്ന് പിണറായി കാണാൻ പോയി. പിണറായി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നമ്മളിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, ഞാനുമുണ്ട്, സജി പാസ്റ്ററുണ്ട്, എൽദോ പാസ്റ്ററുണ്ട്, വർഗീസ്, നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിലൊരു മൊബൈൽ ഫോൺ റിങ് ചെയ്താൽ, പറഞ്ഞാട്ട് എങ്ങനെയിരിക്കും? ഈ ഇരിക്കുന്ന വർഗീസ് പാസ്റ്റർ ഇവരെല്ലാം എന്നെ ഒന്ന് നോക്കും. ഇവർ നോക്കുന്ന വലിയ വിഷയമല്ല, പിണറായിയും ശ്രദ്ധിക്കും. ആഹാ, ഇന്ന് വിശ്വാസികൾ ഈ വിഷയം മറന്നിരിക്കുക. ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഫോൺ എന്തോ ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയുക. പിണറായിയുടെ ഓഫീസിൽ കയറുമ്പോൾ ഫോണില്ലെങ്കിൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി മന്ദിരത്തിന് ജസ്റ്റ് അവിടെ പോയി അന്വേഷിക്കാൻ അകത്തെങ്ങനെ പോകാനൊക്കും. അവർ പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ അലൗഡ് അല്ല, ഒരു ക്യാമറ അലൗഡ് അല്ല. ഇപ്പം സമയം വന്നു കഴിഞ്ഞു നമ്മുടെ ചർച്ചിൻ്റെ വെളിയിൽ എഴുതി വെക്കേണ്ടത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒന്ന് കയറാമോ? അവർ പറഞ്ഞു, ആഹാ, ഈ ഷർട്ടും പാൻറ്റ് ഊരണം, ഞങ്ങളൊരു മുണ്ട് തരും, ആ മുണ്ടോട്ട് ഇട്ടുകൊണ്ട് അകത്ത് കയറിക്കണം. എൻ്റെ വൈഫുണ്ട് സൂട്ട്, ആഹാ, സാരി ഇട്ടോണം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു മുണ്ടിട്ടോണം. മുസ്ലിംസിൻ്റെ ആലത്തിയൊക്കെ ചെന്നാൽ നമ്മുടെ വേഷത്തിൽ അകത്തൊന്നും കയറാനൊക്കത്തില്ല. അവർക്ക് ഇത്രയും കർശനമുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് എന്താ ഇത്രയും? വൈ? ഇതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടെന്ന് നല്ലപോലെ മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ അനുഗ്രഹമുണ്ട്, ദൈവസന്നിധിയിൽ ശാപവുമുണ്ട്. സാത്താനല്ല ശപിക്കുന്നത്, സൃഷ്ടിതാവാ ശപിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മൾ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. എൻ്റെ വിഷയം ഫോണല്ല, എൻ്റെ വിഷയം നമ്മൾ ആരുടെ സന്നിധിയിലാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നില്ല, ആരും കണ്ടിട്ടുമില്ല. പക്ഷേ സൃഷ്ടി പറയുന്നുണ്ട് ഒരുവൻ ഉണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ഒരു വാക്ക്, 3-ാമത്തെ വാക്യം എന്തുവാ പറയുന്നേ? ഭാഷകളില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. സൃഷ്ടിയെ നോക്കുമ്പോൾ ഒരു ഭാഷയും ശബ്ദവും വാക്കുകളുമില്ല. മിണ്ടാതെ സൃഷ്ടി മനുഷ്യനോട് സംസാരിക്കുന്നത് എന്തുവാ? ഒരുവൻ ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ല, പക്ഷെ നമ്മുടെ ഇടയ്ക്കുണ്ട്. നമ്മുടെ ഇടയ്ക്ക് ഒരു ഭൂതം ഇളകിയാൽ എങ്ങനെ ഇരിക്കും? പറഞ്ഞേട്ടെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നമ്മുടെ ഇടയ്ക്ക് ഒരു സഹോദരൻ അല്ലെ സഹോദരിയുടെ ഇടയ്ക്ക് ഒരു ഭൂതം ഇളകിയാൽ ഈ ഉച്ചക്കത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമോ? പറഞ്ഞാൽ ഞാൻ ഒരു ഭൂതത്തിൻ്റെ വിഷയമാണ് പറഞ്ഞത്, സാത്താനല്ല. നമ്മൾ അടുത്തിരിക്കത്തില്ലല്ലോ. ഭൂതത്തെ ഇത്രയും ഭയമുണ്ടെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് വന്നത് ഒരു ഭൂതമല്ല, ദഹിപ്പിക്കുന്ന അഗ്നിയ. സത്യമാണോ? പക്ഷെ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അവനുമായിട്ട് ബന്ധമുള്ളവർക്ക് കഴിയത്തുള്ളൂ. സോ സൃഷ്ടി വെളിപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 17:28, ആക്ട്സ് 17:28. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. For in him we live and move and have our being, as certain also of your own poets have said, for we are also his offspring. ഒന്നുകൂടെ അതിൻ്റെ സ്റ്റാർട്ടിങ്, for in him we live
ആൻഡ് മൂവ് ആൻഡ് ഹാവ് ആർ ബീയിങ്. മലയാളത്തിൽ അവനിലല്ലോ അവനിലല്ലോ നാം ജീവിക്കുകയും നാം ജീവിക്കുകയും ചരിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. സത്യമാണോ? നമ്മൾ അവനിലല്ലോ ജീവിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. പിന്നെ നിഗളം വരാൻ വല്ല സാധ്യതയുണ്ടോ? നമ്മൾ ഈ നമ്മുടെ അകത്ത് നിഗളം വരുന്നതിൻ്റെ കാരണം എന്തുവാ? അവൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ടാണ്. അവൻ ആരാന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ സ്കൂളിലല്ല ജോലി സ്ഥലത്തിലാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ അവൻ്റെ സന്നിധിയിലാണ് എപ്പോഴും ഉള്ളത്. നമുക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നമ്മളെ എന്തോ ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് അതിൻ്റെ താഴെ നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 2:9-10. 1 Corinthians 2:9-10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഒന്നുകൂടെ വായിച്ച 9-10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സത്യമാണോ? ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ചെവിയോ കണ്ണോ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങൾ ആര് വെളിപ്പെടുത്തി? ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വിഗ്രഹം വാങ്ങിച്ച് ഇവിടെ വെക്കാം, അതിൻ്റെ മുമ്പേ നല്ലൊരു വിളക്കും കത്തിച്ച് വെക്കാം, നല്ലൊരു പടം വാങ്ങിച്ചു വെക്കാം. നമ്മളതൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അവൻ ഒരു വിഗ്രഹത്തിലല്ല, ഒരു പടത്തിലല്ല, അദൃശ്യനാന്ന് വെളിപ്പെടുത്തി തന്നത് ആര്? ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാത്തത്. ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്നേ. ലോകത്തെ നോക്കിയേ, യോഗ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ച, കണ്ണടച്ച് എത്ര ശ്രദ്ധയോടാ അവർ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. ചിലർ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്കതൊന്നും ചെയ്യേണ്ടാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തിയത് ആര്? സോ ദൈവം ഉണ്ടെന്ന് ലോകത്തിനറിയാം. സൃഷ്ടിയെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദൈവം ഉണ്ട്. പക്ഷെ അവൻ ആരാണ്? അത് ദൈവാത്മാവ് തൻ്റെ വചനത്താൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അവൻ ആരാന്ന് വെളിപ്പെടുത്തി കിട്ടിയോണ്ട് നമുക്കിനി മധ്യസ്ഥന്മാരാരുടെയും ആവശ്യം ഇല്ല. ഒരു ഗുരുവോ ഒരു സ്വാമിയോ ഒരു പുണ്യവാളനോ ആരുടെയും ആവശ്യമില്ല. കാരണം ദൈവാത്മാവ് തന്നെ നമുക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നു. അത് നമ്മുടെ കർത്താവിൻ്റെ കൃപയാണ്. അവൻ ആരാണ് നമുക്ക് ഈ വചനം മുഖാന്തരം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? പറഞ്ഞാട്ടെ, ഈ പുസ്തകം തന്നത് എന്തിനാ? അവൻ ആരാണ് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കി അവൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ വേണ്ടി ആ ദൈവാത്മാവ് തന്നെക്കുറിച്ച് നമുക്ക് എന്ത് തന്നെ. ഞാൻ മുമ്പേ നിങ്ങൾക്ക് കുറേ പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തെ അറിയാൻ എത്ര മെനക്കെടുന്നുണ്ടെന്നേ, എത്ര ധ്യാനിക്കുന്നുണ്ട്, എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.
മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേര് ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കി ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നാൽ നമ്മളെക്കാട്ടും പഠിത്തമുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാധാസ്വാമിയുടെ അങ്ങനത്തെ ഒക്കെ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ IG DIG ഇവരൊക്കെ അവർ റോഡ് തൂക്കുന്നത് കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാം. പോലീസിൻ്റെ IG റിട്ടയർഡ് അല്ല, ഇപ്പോഴത്തെ IG-മാർ അവിടെ റോഡ് തൂക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ക്യാൻറ്റീനിൽ ചെന്ന DIG ഒക്കെയാണ് നമുക്ക് ആഹാരം കൊണ്ടുവന്ന് വിളമ്പി തരുന്നത്. DIG-യാ. ഇതെല്ലാം അവർ ചെയ്യുന്നതിൻ്റെ കാരണം അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ദൈവത്തെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. 2 വർഷം അവിടെ ഇങ്ങനെ പണി ചെയ്താൽ പിന്നെ അവർക്ക് ഒരു മന്ത്രം കിട്ടും. ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം. അവർ മാംസം ഒന്നും തൊടത്തില്ല, മുട്ടയുമില്ല, ഉള്ളിയുമില്ല, വെളുത്തുള്ളിയും അവരുടെ ആഹാരത്തിലില്ല. അവരങ്ങനെ 2 വർഷം ചൊല്ലി കഴിയുമ്പോൾ അവർ പറയുന്നത്, 2 വർഷം ഇങ്ങനെ പണി ചെയ്തിട്ട് അവർ മന്ത്രം കിട്ടുന്നത്. ആ മന്ത്രം ചൊല്ലുമ്പോൾ അവർ പറയുന്നത് കണ്ണടച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു വെളിച്ചം കാണും. കണ്ടോ? അതാ ദൈവം. അവരെത്ര മെനക്കെടുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നും ഒരു മെനക്കേടില്ലാതെ ദൈവത്തിൻ്റെ കൃപ. നമുക്കത്രയും പഠിത്തം ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നത്, എൻ്റെ ആത്മീയ കണ്ണ് തുറന്നത് അവനെ അറിയാൻ, അവനെ അറിയേണ്ടിയ പോലെ അറിയാൻ. അതുകൊണ്ട് ആ ദൈവാത്മാവ് ഈ മർമ്മങ്ങൾ നമുക്ക് എന്തോ ചെയ്തത്? തുറന്നത്. ദൈവത്തെ അറിഞ്ഞവൻ അവൻ്റെ നടപ്പ് ലോകം നടക്കുന്ന പോലെ അവന് നടക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ദൈവത്തെ അറിയുന്നവനാണ്. ദൈവത്തെ എങ്ങനെ അറിഞ്ഞത്? ഈ പുസ്തകം മുഖാന്തരം ദൈവം വെളിപ്പെടുത്തി തന്നു. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ താഴെ വായിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3:15, 2 തിമോത്തി 3:15. വായിച്ച 2 തിമോത്തി 14 മുതൽ വായിക്കാം. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തു യേശുവിലുള്ള നിന്റെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. അതിന്റെ അർത്ഥം പറഞ്ഞേ. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. ഇത് തന്നത് വായിക്കാൻ വേണ്ടിയല്ല, എൻ്റെ രക്ഷയ്ക്കായി ജ്ഞാനിയാക്കുവാനായി ഈ പുസ്തകം ദൈവം എൻ്റെ കൈ തന്നത്. അവൻ ആര്? ഒരു മനുഷ്യനും അവനെ കാണാൻ കഴിയത്തില്ല. മോശെ പറഞ്ഞതാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആഹാ, ദൈവത്തെ കണ്ടവൻ പിന്നെ ഈ ഭൂമി ജീവിക്കാൻ കഴിയത്തില്ല. ആർക്കും കാണാൻ കഴിയത്തില്ലെന്നേ. രക്ഷയ്ക്കായി ജ്ഞാനിയാക്കുവാൻ. അതിന്റെ താഴെ വായിച്ചേ. മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. അതിന്റെ താഴെ 16. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. സോ ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. സൃഷ്ടി ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ദൈവമുണ്ട്, ലോകത്തിനറിയാം. പക്ഷെ ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത് എന്തുവാ? ആ ദൈവം ആര്? പക്ഷെ ഇതിൽ വേറെ ഒരു വിഷയമുണ്ട്. ദൈവാത്മാവ് എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. അവനെ അറിയേണ്ടിയ പോലെ അറിയാൻ വാഞ്ചയുണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവ് ദൈവത്തെ നമുക്ക് എന്ത് ചെയ്തു തരും?
വെളിപ്പെടുത്തി തരും. ഒരു വാക്യോടെ വായിച്ച് ഐസിയ 64:4, യെശയ്യാവ് 64:4. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഒന്നുകൂടെ വായിച്ചേ, ഇംഗ്ലീഷിൽ വായിക്കുന്നത്. For since the beginning of the world men have not heard, not perceived by the ear, neither had the eye seen, O God, beside thee, what he hath prepared for him who waiteth for him. വായിച്ചേ. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതിന്റെ കൂടെ യെശയ്യാവ് 59:21, 59:21. ഐസിയ 59:21. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒന്നുകൂടെ അതിന്റെ സ്റ്റാർട്ടിംഗ് വായിച്ചേ. As for me, this is my covenant with them, saith the Lord. My spirit that is upon thee. വായിച്ചേ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും, നിന്റെ മേലുള്ള എന്റെ ആത്മാവും. ചിന്തിച്ചേ, അവിടെ നിന്നാ നമ്മൾ ഇരിക്കുന്നവർ, എൻ്റെ വിശ്വാസം നമ്മിൽ ആരുടെ ആത്മാവാണ് ഉള്ളത്? മനുഷ്യ ആത്മാവ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ ആരുടെ ആത്മാവാ? ചിന്തിച്ചേ. എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞ സെയിം എക്സാമ്പിൾ. ഞാനിങ്ങനെ യോഗത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. സഡൻലി ഏതാണ്ടൊക്കെ സംഭവിച്ചു, എനിക്ക് ഓർമ്മബോധമില്ല. യോഗം കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, സഹോദര എന്തുവാ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഞാനറിയുന്നില്ല. അല്ല, നീ ഞങ്ങളെ എല്ലാം തൊഴിക്കുന്നുണ്ടായിരുന്നല്ലോ, നീ ഇടയ്ക്ക് ഓടാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തോ? ഞാൻ ചെയ്തു. അതേ, ഞങ്ങൾ നിങ്ങളെ ഒത്തിരി പിടിച്ചു വെച്ചതാ. നിനക്ക് എന്തുവാ സംഭവിച്ചേ? എൻ്റെ അകത്തൊരു പേടി വരുമോ? പറഞ്ഞാട്ടെ, എനിക്കൊരു പേടി വരുമോ? പറഞ്ഞാട്ടെ, എന്തോ പേടി? എൻ്റെ അകത്ത് ഒരു ഭൂതമുണ്ട്. പേടി കാണുമോ? പറഞ്ഞാട്ടെ. ഇല്ല. ഞാൻ നോർമൽ നടക്കുമോ? എൻ്റെ അകത്ത് വീട്ടിൽ ചെല്ലുമ്പോഴൊരു പേടിയുണ്ട്, ഒരു ഭൂതമുണ്ട്. ഇനി എൻ്റെ ഒട്ടേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് വിടുതൽ വേണം. ഭൂതം പിടിച്ചവരോട് ചോദിക്കണം അതിൻ്റെ പ്രയാസം എത്രയുണ്ട്. അവർ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടക്കുക ഒരു വിടുതലിന് വേണ്ടി. ഞാനൊരു ഭൂതത്തിൻ്റെ കേസാണ് പറഞ്ഞത്. നമ്മുടെ അകത്തുള്ളത് ഭൂതമാണോ, ദൂതൻ്റെ ആത്മാവാണോ, അതോ ദൈവം തന്നെയാണ്? പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ചില വീഡിയോസ് കണ്ടു, പുതിയ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ചിലരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത്. എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. സ്റ്റേജിൽ നിന്ന് ഭയങ്കര പ്രസംഗമാ, അഭിഷേകമാ, അത് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക. അങ്ങനെ പിടിച്ചാൽ ഒരെണ്ണം കിട്ടും, മരണം വരെ നിനക്കിനി വിടുതലും ഇല്ല. അത് വേറെ ഏതാണ്ടാ. ദൈവാത്മാവ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതല്ല, ഭൂതങ്ങൾ കയറും. ദൈവാത്മാവ് വന്നത് ആരെ കെട്ടിപ്പിടിച്ചുകൊണ്ടല്ല, ഞാൻ പാപിയാന്ന് ഏറ്റു പറഞ്ഞ നിമിഷം സർവശക്തനായ ദൈവം പൂർണ്ണ ബലത്തോട് വന്നു കഴിഞ്ഞു. ഇനിയും ആരെ എനിക്ക് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. കെട്ടിപ്പിടിച്ചാൽ കിട്ടും. ഇനി മരണം വരെ നിനക്ക് വിടുതലുമില്ല. കാരണം നീ കളിച്ച നാടകം ദൈവസന്നിധിയിലാണ്. ഇന്ന് ആൾക്കാർ അത് മനസ്സിലാക്കാതെ പുതിയൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി കുറെ മെനക്കെടുന്നുണ്ട്. പൂർണ്ണ ബലത്തോട് എൻ്റെ അകത്ത് വന്നത് ഒരു ഭൂതമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് സകല ബലത്തോട് വന്നിട്ടുണ്ട്.
സത്യമാണോ? സിംസോനിൻ്റെ അകത്തുള്ളവൻ തന്നെ എൻ്റെ അകത്ത് വന്നത് കസേര പൊളിക്കാനല്ല, ചാടാനല്ല, എന്നെ ക്രിസ്തുവിൻ്റെ പോലാക്കി തീർക്കാനാണ് വന്നത്. ദൈവാത്മാവ് അകത്തുണ്ടെങ്കിൽ, ഉള്ളോണ്ടില്ലയോ ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അന്യഭാഷ പറയാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ആ ദൈവാത്മാവ് നമ്മുടെ നിയന്ത്രണം എടുക്കുമ്പോഴാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ല. ചിലരുടെ ചിന്തയുണ്ട് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മ ഇറങ്ങുമ്പോൾ അന്യഭാഷ പറയുന്നത്. എനിക്ക് മാനസാന്തരം നടന്ന ആ നിമിഷമാണ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ വന്നത് എന്തിന്? ആ ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാ. ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവേ ഉള്ളൂ. വേറെ ആർക്കും ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. നമുക്ക് കിട്ടിയ ഭാഗ്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം എൻ്റെ ഉള്ളിൽ. സോ സൃഷ്ടി മുഖാന്തരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ദൈവമുണ്ട്. ഈ പുസ്തകം മുഖാന്തരം മനസ്സിലാകുന്നുണ്ട് അവൻ ആര്. അത് വെളിപ്പെടുത്തി തന്നത് എന്തിനു വേണ്ടി? അവനെ അറിഞ്ഞ് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, അവനിൽ രസിക്കാൻ വേണ്ടിയാ ദൈവാത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. സോ ദൈവമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്കറിയാം ഒരു ദൈവമുണ്ട്. അതുമാത്രമല്ല, അവൻ ആരാണ് അതും എനിക്കറിയാം. അതുകൊണ്ട് ഒരു ഭക്തൻ അവനോട് നേരിട്ട് സംസാരിക്കുന്നത്, പിതാവേന്ന് വിളിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടല്ല, നമുക്ക് പഠിത്തമുള്ളതുകൊണ്ടല്ല ഇത് മനസ്സിലായത്. കൃപയാൽ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. നെക്സ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3 വായിച്ചേ. ദൈവവചനം എന്താണ്? ഇതെന്താ? വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനം എന്താണ്? നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഇതെന്താ? നമ്മൾ പറയാറുണ്ട് ഇത് ദൈവവചനം, നമ്മൾ പറയാറുണ്ട് ഇത് ദൈവവചനമാണ്. പക്ഷെ അതിൻ്റെ ഗൗരവവും നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് മലയാളം മൈക്ക് മേ ബോൾ ദോ. ഇന്ത്യൻ ഭരണഘടന. നിങ്ങൾക്കറിയാലോ ഭരണ, അതെന്തുവാ സാധനം? പറഞ്ഞേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതെന്തുവാ സാധനം? അതിലെന്തുവാ എഴുതിയേക്കുന്നത്? ഇന്ത്യയിലെ ചരിത്രമാ? പറഞ്ഞേട്ടെ, അതിലെന്തുവാ എഴുതിയേക്കുന്നത്? പറഞ്ഞേ. നിങ്ങൾക്ക് പഠിത്തമുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. പറഞ്ഞാട്ടെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുസ്തകമാണ്. അത് എഴുതിയ ഇതിൽ ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ വാസ് ഹാൻഡ് റിട്ടൺ, കൈകൊണ്ടാണ് എഴുതിയത്. പ്രേം ബിഹാരി നാരായൺ റൈസദ. The original copies of the Indian Constitution written in Hindi and English are kept in special helium-filled cases in the library of the Parliament of India. Original ഹിന്ദിയിലും ഇംഗ്ലീഷിലേ ഉള്ളൂ. 28 ഭാഗങ്ങളുണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്, 12 schedules. And the Indian Constitution is the longest written constitution of any sovereign country in the world. ലോകത്തിലെ ഏറ്റവും നീണ്ട ഭരണഘടന ഇന്ത്യനാണ്. വേറെ ഒറ്റ രാജ്യത്തിൽ ഇത്ര നീണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി
which first met on December 9, 1946, took precisely 2 years, 11 months and 18 days to come up with the final draft. എത്ര സമയം എടുത്തു? 2 വർഷം 11 മാസം അത്രയും ദിവസം എടുത്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വരാൻ വേണ്ടി. When the draft was prepared and put for debate and discussion, over 2,000 amendments were made before it was finalized. 2,000 amendments എഴുതി, കറക്ഷൻസ് ചെയ്തു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ലീഗ് ഓഫ് എൻഫോഴ്സ് ആയത്? നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ ഇന്ത്യൻസ് ഇല്ലേ? പറഞ്ഞേ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എപ്പം തൊട്ടാ എൻഫോഴ്സ് ആയത്? നിങ്ങളെല്ലാം പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്, സ്കൂളിൽ പോയതോ. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്കൂളിൽ പോയവരില്ലേ നമ്മൾ? പറഞ്ഞേട്ടെ. നിങ്ങൾ പറയും ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിനാണ് വന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനല്ല. അതേ, ബൈബിൾ ക്ലാസ്, ബൈബിൾ വചനം പഠിക്കണം, ഇതും കുറച്ചൊക്കെ സ്കൂളിലുള്ള കാര്യങ്ങളില്ലയോ? എന്നാ 15th ഓഗസ്റ്റാ? 26 ജാനുവരി 19? നമ്മൾ 26 ജാനുവരി എന്തിനാ ആഘോഷിക്കുന്നത്? അന്നാ നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത്. The drafting of the constitution was finally, just a minute, 26 November 1949 ആ കാര്യം കംപ്ലീറ്റ് ആയി. But it was legally enforced only after 2 months on 26 January 1950. ഇത് എൻഫോഴ്സ് ചെയ്ത് എപ്പോഴാ? എന്ന് തൊട്ടായി നിയമ പുസ്തകം ലീഗലായത്? 26 ജാനുവരി 1950. അതുകൊണ്ടാണ് 26 ജാനുവരി നമ്മൾ ആഘോഷിക്കുന്നത്. ഹാൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് സൈൻഡ് ഓൺ 24th January 1950 by 284 മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതിൽ 15 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിന് സൈൻ ചെയ്ത് എത്ര പേരാ? 284 ആൾക്കാർ. Our constitution makers took inspiration from various other constitutions while drafting the one of our country, which is why the Indian constitution is often called a bag of borrowings. Simply ഇതാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം എഴുതിയപ്പം അതിങ്ങനെ ബുക്കായിട്ടല്ലായിരുന്നു, ഇങ്ങനെ കടലാസുകളായിരുന്നു, ഓരോ പേജുകൾ. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് ഫാദേഴ്സ്. ഇവരൊക്കെ ഒന്നിച്ചിരുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ എഴുതിയത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിഷയത്തിൽ ഒത്തിരി കമൻട്രീസ് ഉണ്ട്. പക്ഷേ ഈ കമൻട്രീസ് ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ആ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷെ നല്ലപോലെ മനസ്സിലാക്കണം, മേളിലുള്ള ഇന്ത്യയെ ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസ്സോ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻ്റ് അല്ല. ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഭരണഘടന. ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഗവൺമെൻറ് ഏത് പാർട്ടി വന്നാലും ഇന്ത്യയെ വാഴുന്നത് ആരാ? ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ പടം, പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ ഇലക്ഷൻ ജയിച്ചു, 2/3 മെജോറിറ്റി കിട്ടിയെങ്കിലും പ്രധാനമന്ത്രിയാകണമെങ്കിൽ രാഷ്ട്രപതി അവിടെ നിന്ന് സത്യം ചെയ്യിപ്പിക്കും. പ്രധാനമന്ത്രി എന്തോ അവിടെ നിന്ന് വായിക്കുന്നത് അവനെ പ്രധാനമന്ത്രിയെ കൊണ്ട് ചൊല്ലിപ്പിക്കും. 15th ഓഗസ്റ്റിന് ഭയങ്കര പ്രസംഗമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രസംഗമില്ല, കടലാസിൽ എഴുതിയിട്ടുണ്ട്. അതങ്ങനെ തത്ത പോലെ വായിക്കണം. അത് വായിക്കുന്നത് എന്തുവാ? I do swear in the name of God solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties
as the Prime Minister for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I will not directly or indirectly affirm, communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as the Prime Minister for the Union, except as may be required for the due discharge of my duties as such minister. ഞാൻ ഈ പടം കാണിച്ചത്, ഇവിടെ പ്രസിഡന്റ് നിൽക്കുക. അദ്ദേഹം ഇന്ത്യയിൽ 2/3 മെജോറിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രപതി എന്ത് ചെയ്യുക? സത്യം ചെയ്യിപ്പിക്കുക. ചെയ്യിപ്പിച്ചത് മാത്രം പോരാ, അത് പറഞ്ഞിട്ട് അവിടെ കസേര ഇരുന്ന് അതിൻ്റെ താഴെ എന്തു ചെയ്യണം? സൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ഇതനുസരിച്ച് എന്തു ചെയ്യും? ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയെ ഞാൻ പാലിക്കും. സത്യം ചെയ്തിട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒത്തിരി അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പാലിച്ചില്ലെങ്കിൽ ഇതെന്തുവാണെന്നറിയാം? ഞാൻ പടം വെച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇത് അമേരിക്ക കാനഡയിലെ പടമല്ല, ഇന്ത്യയിലെ. ഇത് എന്തുവാ സാധനം? ആ സുപ്രീം കോടതി എന്തിനാ ഉള്ളത്? പറഞ്ഞേട്ട്, സുപ്രീം കോടതിയുടെ പണി എന്തുവാ? പറഞ്ഞേ. ഇവിടെ അന്ന് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിയമം മാത്രമല്ല, ശിക്ഷയും എഴുതി വെച്ചിട്ടുണ്ട്. ഈ സുപ്രീം കോർട്ട് ഒരു ശിക്ഷയല്ല ഉണ്ടാക്കുന്നത്, അല്ലെ ഒരു നിയമം ഉണ്ടാക്കത്തില്ല. സുപ്രീം കോടതി നോക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണോ കാര്യങ്ങൾ. അതിനെ ലംഘിച്ചാൽ അതിൽ തന്നെ എന്തോ എഴുതിയിട്ടുണ്ട്? ശിക്ഷയുണ്ട്. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കാനാണ്. ഇത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 200 മേളിൽ ആൾക്കാർ ഒന്നിച്ചിരുന്ന് എഴുതിയതാണ്. 2000 മേളിൽ അതിന് അമെൻമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം വേണമെങ്കിൽ അവർക്ക് നിയമങ്ങൾ മാറ്റാം, പക്ഷെ അതിന് ലോക്സഭ രാജ്യസഭ എല്ലാം ചേരണം. അതിൽ സിഗ്നേച്ചർ മനുഷ്യൻ ചെയ്തതാണ്. ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തെ വാഴുന്നുണ്ടെങ്കിൽ ഇതെന്തുവാ? പറഞ്ഞേട്ടെ, ഇത് നമ്മൾ ഇരുന്ന് എഴുതിയതല്ല. സ്വർഗം സർവജ്ഞാനി എൻ്റെ ജീവിതത്തിന് വേണ്ടി എഴുതിയേക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘിച്ചാൽ 5 വർഷത്തെ ജയിലല്ല, 10 വർഷത്തെ ജയിലല്ല, നിത്യ നരകമാണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ കാലത്തിന് ഇതിന് വിലയില്ല. ഇന്ന് പാസ്റ്റർ എന്തോ പ്രസംഗിച്ചോ പ്രവാചകൻ എന്തോ പറഞ്ഞു, അതിനാ വിലയുള്ളത്. ത്രാസിയിട്ട് തൂക്കുന്നത് ഇത് വെച്ചോണ്ടാ. ഞാൻ ബെൽസസറിനെ തൂക്കിയെങ്കിൽ നിന്റെ കയ്യിൽ എൻ്റെ നിയമ പുസ്തകം കൈ തന്നിട്ടുണ്ട്. 200-300 രൂപയ്ക്ക് ഇത് തന്നത് വായിക്കാനല്ല. എന്തിനാ തന്നത്? പറഞ്ഞാട്ട്, ഞാൻ രാവിലെയും വൈകിട്ട് ഇത് വായിക്കുന്നുണ്ട്, വായിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതനുസരിക്കാനാ തന്നത്. ചെയ്യുന്നതൊക്കെ എല്ലാം ഈ പുസ്തകം അനുസരിച്ചായിരിക്കണം. ആൾക്കാർ പറയുന്ന അനുസരിച്ചല്ല. എൻ്റെ പ്രാർത്ഥന ഈ പുസ്തകം അനുസരിച്ചായിരിക്കണം. വായി വരുന്നത് മനസ്സിൽ തോന്നുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും. ആകാശം മാറും, പക്ഷേ ഇതിന് വ്യത്യാസമില്ല. ഇതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, നമ്മൾ ക്രിസ്ത്യാനികളെല്ലാം ചേർന്ന് ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും മാറ്റാൻ മനുഷ്യൻ അനുവാദമില്ല. കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതിൽ വെല്ലം ചേർത്താൽ, പറഞ്ഞേട്ട്, ഇതിൽ വെല്ലം ചേർത്താൽ ഇതിൽ എഴുതിയേക്കുന്ന ബാധകൾ എല്ലാം കിട്ടും.
ഇതിൽ നിന്ന് വെള്ളം വെട്ടിയാൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാട്ടെ. 2 തിമോത്തി 3:16, 2 തിമോത്തി 3:16. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഇവിടെ എഴുതിയേക്കുന്ന ഒരു വാക്ക്, all scripture is given by inspiration of God. നമുക്കറിയാലോ ഇതിൽ എത്ര പുസ്തകമുണ്ട്? 66 ഇല്ലേ? എത്ര പേർ ചേർന്ന് എഴുതിയതാ? 40-ൽ കൂടുതൽ. എത്ര വർഷം എടുത്തു? അറൗണ്ട് 1600 years ഇല്ലേ? ഇതിൽ മനുഷ്യൻ്റെ തോന്നൽ എഴുതിയിട്ടുണ്ടോ? മനുഷ്യൻ്റെ ചിന്തയാണോ? ഇത് പൗലോസ് പറയുവാണോ അതോ ദൈവം പറയുന്നതാണോ? ദാവീദാണോ എഴുതുന്നേ അതോ ദൈവമാണോ? സത്യമാണോ? ഞാൻ ഈ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നത് ഇത് ദൈവവചനമാണോ അതോ മതപുസ്തകമാണോ? പറഞ്ഞേ. എൻ്റെ കൈ ഇരിക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് മതപുസ്തകമാണോ അതോ ദൈവശബ്ദമാണോ? ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ വിശ്വസിക്കാൻ എന്താ ഇത്ര പ്രയാസം? പറഞ്ഞാട്ട് നിങ്ങൾ തന്നെയാ പറഞ്ഞ ഈ ദൈവശബ്ദമാണ്, ഞാനല്ലല്ലോ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ ഇതെന്തുവാ? ദൈവശബ്ദം. ദൈവശബ്ദമാണെങ്കിൽ അനുസരണം വേണോ? പറഞ്ഞാട്ട് അനുസരണം വേണോ? വായിച്ചേ. 2 പത്രോസ് 1:19-21 വരെ. 2 Peter 1:19-21. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കുപോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ലെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ഒന്നുകൂടെ വായിച്ചേ. അത് തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. ഇനി വായിച്ചാട്ടെ. എഫേസ്യർ 2:20. എഫേഷ്യൻസ് 2:20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അവരുടെ അടിസ്ഥാനത്തിന്റെ മേൽ. അതിന്റെ അർത്ഥം എന്തുവാ? ശ്രദ്ധിക്കേണ്ടിയ പഴയ നിയമത്തിൽ ഇത് ഞാൻ പടം യൂസ് ചെയ്യുക. സീനായി മലയിൽ ദൈവം എന്തുവാ കൊടുത്തേ? ഇസ്രായേൽ മക്കൾക്ക് ദൈവം എന്തുവാ കൊടുത്തേ? പ്രമാണം കൊടുത്തോ? കല്ലേൽ എഴുതി കൊടുത്തോ? 613 നിയമങ്ങൾ അവരുടെ കൈ കൊടുത്തോ? വായിക്കാനാണോ അനുസരിക്കാനാണോ? അതിൽ ഒരെണ്ണം ലംഘിച്ചാൽ സംഭവിക്കുന്നത് എന്തുവാ? ഈ പ്രമാണത്തിൽ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചാൽ ശിക്ഷ എന്തുവാ? പറഞ്ഞേ. പഴയ നിയമത്തിൻ്റെ പ്രമാണം അറിഞ്ഞുകൊണ്ട് ലംഘിച്ചാൽ എന്തുവായിരുന്നു ശിക്ഷ? പറഞ്ഞേ. എന്തുവായിരുന്നു? ഞാൻ ഒന്നുകൂടെ പറയുക. പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൻ്റെ നിയമം അറിഞ്ഞുകൊണ്ട് ലംഘിച്ചാൽ വല്ല യാഗങ്ങൾ അർപ്പിക്കാൻ കഴിയുമോ? ശിക്ഷ മരണമാണ്.
അറിയാതെ വല്ലതും ചെയ്താൽ മാത്രമേ എന്തുള്ളായിരുന്നു, യാഗം അർപ്പിക്കാൻ കഴിയത്തുള്ളായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക. നിങ്ങളുടെ ഇവിടെ തൃശ്ശൂരിൽ ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ലോ, അതിൽ എത്ര ലൈറ്റ് ഉണ്ട് പറഞ്ഞാട്ടെ? നിങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ 3 ഉള്ളൂ. നിങ്ങളുടെ ഇവിടെ 3 ഉള്ളോ? ചുമന്നത് കാണുമ്പോൾ മഞ്ഞ പറയുമ്പോൾ പച്ചയാകുമ്പോൾ ഇല്ലേ? ആ നിയമം ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോവുക, അവിടെ ആരുമില്ല, ഞാൻ ചുമന്ന ലൈറ്റ് ക്രോസ് ചെയ്താൽ പണിഷ്മെൻ്റ് ഉണ്ടോ? ഇവിടെ എത്ര റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യുന്ന പണിഷ്മെൻറ്റ്? എത്ര രൂപയാണ് തൃശ്ശൂരിൽ? ഞങ്ങൾക്ക് അവിടെയൊക്കെ ആണെങ്കിൽ 500-1000 രൂപയാവും ഇല്ലേ? ഒരു ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ എത്ര പെനൽറ്റി ഇവിടെ പറഞ്ഞാട്ട്? ആർക്ക് ഇവിടെ? ഞങ്ങളുടെ ഇവിടെ 500 ഉണ്ട്. നമ്മളെന്തോ ചെയ്യും? റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യും. പോലീസുകാരൻ പിടിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറയും, സാറേ തിരക്കായിരുന്നു, എന്നാൽ 20 രൂപ ഒന്ന് പിടിച്ചു. ഞാൻ ലംഘിച്ചു, നീയും ലംഘിക്കുക. അതേ ആ 20 രൂപ എടുത്തിട്ട് പറയും, ഇനി ശ്രദ്ധിച്ചോണം അല്ലേ? 20 രൂപയേ ഉള്ളൂ. ഞങ്ങളുടെ ഭോപ്പാൽ മധ്യപ്രദേശിൽ ഒരു 5 വർഷം മുമ്പേ നിയമം പാസ്സാക്കിയതാണ് വിധാൻസഭയിൽ, ഹെൽമെറ്റ് ഇടണം. അത് ഇട്ടില്ലെങ്കിൽ പെനാൽറ്റി 500 വിധാൻസഭയിൽ വന്നത്. പക്ഷേ അത് എഴുതി വന്നപ്പോൾ ക്ലറിക്കൽ എറർ വന്നപ്പോൾ അത് 500 കുത്തിയിട്ടത് 50 കഴിഞ്ഞാണ്. ഇനി അതിനെ ശരിയാക്കണമെങ്കിൽ പിന്നെയും വിധാൻസഭ ഇരിക്കണം. സൈനൊക്കെ എല്ലാം ചെയ്ത പിന്നെ മനസ്സിലായി കുത്ത് എവിടെ ഇട്ടേക്കുന്നത് 50 കഴിഞ്ഞ. ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ എത്ര രൂപ കൊടുത്താൽ മതി? 50 മതിയല്ലോ. ഇപ്പോഴാണ് 500 ആയത്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താലും മരണശിക്ഷയാണ് ഗവൺമെൻറ് തീരുമാനിച്ചാൽ നമ്മൾ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നു പറഞ്ഞാട്ട്, ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു, അതിനെല്ലാത്തിനും ശിക്ഷ ചെയ്താൽ മരണശിക്ഷയാണ് കേരള അസംബ്ലി ഡിക്ലെയർ ചെയ്താൽ നമ്മൾ ആരെങ്കിലും വണ്ടി മേടിക്കുമോ? നമ്മൾ നടന്നു പോകും. ചുമന്ന ലൈറ്റ് അവിടെ കാണുമ്പോഴേ 1 കിലോമീറ്റർ പുറകെ നിൽക്കും. ഞാനത് പറയുന്നത്, ലംഘിച്ചാൽ മരണശിക്ഷയാണ്. ദൈവവചനം ലംഘിച്ചാൽ ശിക്ഷ ഏതാ? ഇസ്രായേൽ മക്കൾക്കൊരു വിട്ടുവീഴ്ച ദൈവം ചെയ്തില്ലെങ്കിൽ നമുക്ക് വിട്ടുവീഴ്ച ഉണ്ടോ? അതുകൊണ്ട് ആ ശിക്ഷ വരുന്നതിന് മുമ്പേ ദൈവം ആരെ അയച്ചു? പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരുടെ പണി എന്തുവായിരുന്നു? തിരിച്ച് ദൈവപ്രമാണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോൾ ആൾക്കാർ ചെയ്തത് എന്തുവാ? പ്രവാചകന്മാരെ എന്തോ ചെയ്തു? സ്റ്റേജ് കൊടുത്തില്ല, അവരെ കൊന്നു. നമ്മൾ കുറേ വർഷങ്ങൾ മുമ്പ് ധ്യാനിച്ചായിരുന്നല്ലോ ആ വിഷയം. ഇസ്രായേലിനോട് ദൈവം ചെയ്തത്, അവർക്ക് പ്രമാണം കൊടുത്തിട്ടും അവർ ലംഘിച്ചപ്പം ദൈവത്തിൻ്റെ കോപം അവരുടെ പുറത്ത് വീണു. നമ്മളെ ഉണ്ടാക്കിയേക്കുന്നത് ക്രിസ്തു മൂലക്കല്ല്. സഭയെ പണിയത് ആരുടെ പുറത്താ? ക്രിസ്തുവും അടിസ്ഥാനത്തിൽ ആരാ പറഞ്ഞാട്ടെ? അടിസ്ഥാനത്തിൽ ആരാ? അപ്പോസ്തലന്മാരും പ്രവാചകന്റെ അടിസ്ഥാനത്തിലാ സഭയെ പണിതേക്കുന്നത്. മൂലക്കല്ല് ക്രിസ്തു. ഈ അപ്പോസ്തലനും പ്രവാചകനെ എന്തിനാ അടിസ്ഥാനത്തിൽ വെച്ചേക്കുന്നേ? അവരുടെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, പണിയുന്നത് വചനപ്രകാരമാണോന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇവരെ ആക്കിയിരിക്കുന്നത്. ദൈവദാസന്മാരെ അപ്പോസ്തലനും പ്രവാചകനെ ആക്കിയിരിക്കുന്നത്, പാസ്റ്റർമാരെ ഇവരെ എല്ലാം ആക്കിയത് എന്തിനാ? എൻ്റെ ജീവിതം ഈ പ്രമാണം അനുസരിച്ചാണോ ഞാൻ നടക്കുന്നത്?
അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ദൈവദാസന്മാരെ ദൈവമാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിച്ചേക്കുന്നത് നമ്മുടെ എന്തോ കാര്യം സാധിപ്പിക്കണം, പാസ്റ്ററുടെ അടുത്ത് പോയാൽ മതി, എൻ്റെ കേട്ടില്ലെങ്കിൽ ദൈവം പാസ്റ്ററുടെ കേൾക്കും. പ്രമാണമുണ്ട്. പാസ്റ്റർ ആയിക്കോട്ടെ, അപ്പോസ്തലനായിക്കോട്ടെ, സഭയെ ഭരിക്കുന്നത് ഏതാ? സഭയെ ഭരിക്കുന്നത് ഏതാ? ദൈവത്തിൻ്റെ വചനം. ഇന്ന് ചിലരുണ്ട് ദൈവാത്മാവ് നിയോഗം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഏത് നിയോഗമാണെങ്കിലും ഏതനുസരിച്ചായിരിക്കണം? ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ സഭ പുസ്തകം തുറന്ന് നോക്കി ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് പ്രമാണം അനുസരിച്ചുള്ള പ്രവചനമാണോ അതോ സ്വയമേ സ്വർഗത്തിൽ നിന്ന് വല്ലതും തീയിറക്കുവാണോ? ഈ വചനം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേനെ? ദൈവം നമുക്ക് അവൻ്റെ വചനം തന്നത് ഇതനുസരിച്ച് എന്തോ ചെയ്യാനാണ്? ജീവിക്കാൻ. വായിച്ച് വെളിപ്പാട് പുസ്തകം 22:18-19. Revelations 22. 18-19. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന, ഈ പുസ്തകത്തിന്റെ പ്രവചനം കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. അവനെ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതിന്റെ കൂടെ വായിച്ച് യെശയ്യാവ് 8:20. ഐസയ 8:20. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകയില്ല. ഒന്നുകൂടെ വായിച്ചേ. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകയില്ല. There is no light in them. ഞാൻ ജസ്റ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെള്ളപ്പൊക്കം വന്നു, വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞവര് ഇപ്പൊ അഡ്രസ് പോലും കാണത്തില്ല. എവിടെ പോയി? പറയാനൊന്നും ഇല്ലല്ലോ. ആൾക്കാർ ഇനിയും കരയാനല്ലാതെ വേറെ എന്തോ ചെയ്യാൻ നോക്കും. ആരെന്തോ പറഞ്ഞാലും, ഞാനും ഇവിടെ ഇരുന്ന് എന്തോ പറഞ്ഞാലും നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തുവാ? ഈ പുസ്തകം അങ്ങനെ തന്നെ പറയുന്നുണ്ടോ അതോ ഇതിൽ ഞാൻ എൻ്റെ ബുദ്ധി വല്ലം കയറ്റുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ടിയ ഉത്തരവാദിത്വം ആരുടേതാ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയാ. വചനത്തിൽ നിന്ന് അങ്ങോട്ടിങ്ങോട്ട് വല്ലം മാറുന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഓരോരുത്തർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ഒക്കത്തില്ലെന്ന് ആർക്കും പറയാൻ ഒക്കത്തില്ല. നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ അനുവാദം തന്നത് എന്തിനാ? നമ്മൾ ഏതിനനുസരിച്ചാ ജീവിക്കേണ്ടിയേ? വചനം അനുസരിച്ചാ ജീവിക്കേണ്ടിയത്. പറയുന്നതെല്ലാം, ഞാൻ കാണുന്ന സ്വപ്നം, എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്ന കാര്യങ്ങൾ എല്ലാം ഇതനുസരിച്ചാണോ? അതിൻ്റെ കൂടെ വായിച്ച് ലൂക്ക് 16, ലൂക്കോസ് 16:29. ലൂക്കോസ് 16:29. അബ്രഹാം അവനോട്, ഇവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ 27 തൊട്ട് വായിച്ചേ. അതിന് അവൻ, എന്നാൽ പിതാവേ അല്ല, അതിന്റെ 25 തൊട്ട് 24 തൊട്ട് വായിച്ചേ. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ
കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അന്നേരം അബ്രഹാം എന്തോ പറയുന്നത്? അവർക്ക് മോശയും പ്രവാചകന്മാരും മോശയും പ്രവാചകൻ അവർക്കുണ്ട്, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കു കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ വിഷയം അവർക്ക് എന്തുകൊണ്ട്? പ്രമാണവും മോശയുണ്ട്, വേറെ ഒന്നും വേണ്ട. ഇനി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് പോയി പറയേണ്ട ആവശ്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ പുസ്തകം കിട്ടി, ഞാനൊരു ബൈബിൾ സ്കൂളിലും പോയിട്ടില്ല, ഇത് പഠിപ്പിക്കാൻ ആരും വന്നില്ലെങ്കിലും ന്യായവിധിക്ക് കാരണമായോ? പറഞ്ഞാട്ടെ. ഈ കയ്യിരിക്കുന്ന പുസ്തകം മലയാളത്തിൽ ദൈവം തന്നത്, ഇത് എനിക്ക് അനുഗ്രഹത്തിൻ്റെ കാരണവുമാകും, ന്യായവിധിക്കും കാരണമാകും. കൈ കിട്ടിയോ? ഇനി രക്ഷപ്പെടാൻ, ഇനി എൻ്റെ തോന്നലല്ല, ഇതിൽ പറയുന്ന പോലെ തന്നെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. വായിച്ച് വേറെ ഒരു വാക്ക്, ഗലാത്യർ 1:8, ഗലേഷ്യൻസ് 1:8. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. 9-ാമത്തെ വാക്യം. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. സോ നല്ലോണം മനസ്സിലാക്കേണ്ട ഈ വിഷയം. ഇനിയിപ്പം നമ്മളെല്ലാം പറഞ്ഞല്ലോ, ഇതെന്തുവാ സാധനം? നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം എന്തുവാ? പറഞ്ഞേ. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ശബ്ദമില്ല, ഉറക്കെ പറഞ്ഞേ. ഇത്രയേ ഉള്ളൂ തൃശ്ശൂരിലെ ആൾക്കാർക്ക്. ഞങ്ങളുടെ അവിടെ പഠിത്തമില്ലാത്തവരോട് ഇങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ശബ്ദത്തിൽ അവർ പറയും. പറഞ്ഞേ, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം എന്തുവാ? ദൈവവചനമാണോ? ദൈവശബ്ദമാണോ? അനുസരണം വേണോ? ഇതിൽ എഴുതിയിട്ടുണ്ട് നാളത്തെക്കുറിച്ച് വിചാരപ്പെട്ടാൽ. പറഞ്ഞാട്ടെ, വിചാരപ്പെട്ടാൽ. എന്തുകൊണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ ചോദ്യം ചോദിക്കാൻ സുപ്രീം കോടതിയുണ്ട്. അത് മനുഷ്യൻ എഴുതിയ പുസ്തകത്തിന് ഇത്രയുണ്ടെങ്കിൽ ഇതിന് ചോദ്യം ചോദിക്കാൻ ആരും ഇല്ലയോ? സ്വർഗം തന്നെ നമ്മളെ വിധിക്കുന്ന ഒരു ദിവസം വരും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. എന്തുവാ? പറയുന്ന പോലെ മനസ്സിലായോ ഇല്ലയോ? പറയുന്ന പോലെ തന്നെ എന്തോ ചെയ്യുക? അനുസരിക്കുക. വെള്ളത്തിൽ സ്നാനപ്പെടണം ഒരു തോന്നലാണോ കൽപ്പനയാണോ? ഇനി വേണമെങ്കിൽ മുങ്ങ, നിർബന്ധമില്ല. ഞങ്ങൾ പറഞ്ഞു, ബാക്കി കാര്യം ഇനി ആര് ചോദിച്ചോളും? സ്വർഗം നമ്മൾ ഓരോരുത്തരെ ത്രാസി വെച്ച് തൂക്കുന്നത് എന്തോ വെച്ചോണ്ടാ? നമ്മൾ എന്തോ ചെയ്യും? ഈ വചനത്തെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യും. ഇതിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ അടിപ്പിണുകളാൽ ഇല്ലേ? അതങ്ങ് അനുസരിച്ചാൽ മതിയോ? പറഞ്ഞാട്ട് അനുസരിച്ചാൽ മതിയോ? പറഞ്ഞിട്ടുണ്ടോ? സൗഖ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ?
പക്ഷെ നമുക്ക് കുറച്ച് പഠിത്തം കൂടുതലായിപ്പോയി. നമ്മൾ പറയുന്ന രോഗിക്ക് എന്തോ വേണം, അതും ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന്. അത് പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് ഓടും? അന്ന് പോയിക്കോ, തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കല്ലേ. വൈദ്യൻ വേണമല്ലോ. വൈദ്യൻ കൈവിട്ടാലും എങ്ങോട്ട് വന്നേക്കല്ലേ, ഇങ്ങോട്ട് വന്നേക്കല്ലേ, അവിടെ പോയാൽ മതി. ഇതിൽ എഴുതിയിട്ടുണ്ട് സ്വർഗം നമ്മുടെ ഭാഗ്യം, കൃപയാൽ നമ്മുടെ കയ്യിൽ അവൻ്റെ വാഗ്ദാനങ്ങൾ എഴുതി തന്നത്. വായിക്കാനല്ല, സ്വർഗത്തെ ഓർപ്പിക്കാനല്ല. ആ ആശ്വാസം വെച്ചുകൊണ്ട് ധൈര്യത്തോട് പ്രാഗൽഭ്യത്തോടെ നടക്കാൻ വേണ്ടിയ സ്വർഗം വാഗ്ദാനങ്ങൾ, ഉടമ്പടി നമുക്ക് വായിക്കാമെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി തന്നത്. ഇത് കൈ വെച്ചോണ്ടാണോ ഞാൻ ഭാരപ്പെടുന്നത്? ഇതൊരു മതപുസ്തകമല്ല, ബൈബിൾ സൊസൈറ്റി അടിച്ച പുസ്തകമല്ല. ഇത് സ്വർഗം എഴുതി എൻ്റെ കൈ തന്നത്. സ്വർഗത്തെ ഓർമ്മിപ്പിക്കാനല്ല. ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ലോക അന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് എഴുതി തന്നോ? പറഞ്ഞാട്ടെ. നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞാൽ നമ്മളെ ക്ഷമിക്കാൻ വിശ്വസ്തനാണോ എന്ന് എഴുതി തന്നിട്ടുണ്ടോ? ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, വിശ്വസിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ആര് ചെയ്തോളും? ആര് ചെയ്തോളും? സ്വർഗം ചെയ്തോളൂ എന്നേ. ഇതിനെ തകർക്കാൻ മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടുണ്ട്. ഈ ബൈബിളിൻ്റെ പുറത്ത് വന്ന വിരോധം ലോകത്തിലെ ഒറ്റ മതപുസ്തകത്തിൻ്റെ പുറത്ത് വന്നിട്ടില്ല. ഇതിനെ തകർക്കാൻ മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കാർ ഇതിൽ ചോദ്യം ചോദിക്കാൻ വരുന്നുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് ചില മുസ്ലിം സഹോദരന്മാർ വന്ന് പറയും, നിങ്ങളുടെ ബൈബിളിൽ ഒത്തിരി തെറ്റുകളുണ്ട്, ഇതിൽ അതുണ്ട് ഇതുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ ഒരു കാര്യം, എൻ്റെ ബൈബിളിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ഞാൻ പൂർണ്ണ അധികാരം തരാം. പക്ഷേ എനിക്ക് ഒരു കണ്ടീഷനുണ്ട്, നിങ്ങളുടെ മതപുസ്തകത്തിലും ചോദ്യം ചോദിക്കാൻ എനിക്കും അനുവാദം വേണം. ആ അനുവാദം നിങ്ങൾ തരുവാണെങ്കിൽ ഇതിനെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കും അധികാരമുണ്ട്. ഇത് എൻ്റെ മതപുസ്തകമല്ല, ദൈവശബ്ദം. ഇതിനെ നിങ്ങൾ തീ വെക്കണമെങ്കിൽ തീ വെച്ചോ, ഞാൻ വാളെടുക്കത്തില്ല. കാരണം ഇത് ഞാൻ എഴുതിയതല്ല. ഇതാരെഴുതിയതാ? മനുഷ്യൻ ഇതിനെ തകർക്കാൻ ലെവൽ ബേസ് ട്രൈ ചെയ്തിട്ട് ദൈവത്തിൻ്റെ കൃപ ഈ പുസ്തകം എൻ്റെ കൈ കിട്ടിയത്. എൻ്റെ ഏറ്റവും വിലയുള്ള സാധനം ഏതാ? ദൈവവചനം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ ധ്യാനിച്ച ചോദ്യം ഇതെന്തുവാ? വായിച്ചേ, എൻ്റെ മറുപടി എന്തുവാ? ഇത് ദൈവത്തിൻ്റെ ശബ്ദം. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം ഇതാ. എൻ്റെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ വചനമാണ്. ഞാൻ നടക്കുന്ന ഈ വചനപ്രകാരമാണ്. സംഘടന എന്തോ പറയുന്നു, പാസ്റ്റർ എന്തോ പറയുന്നു, പ്രവാചകൻ എന്തോ പറയുന്നു, അതല്ല വിഷയം. ഇന്ന് ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പുസ്തകങ്ങളിൽ എഴുതിയേക്കുന്ന വിഷയമല്ല പ്രാധാന്യം. പ്രാധാന്യം ഏതാ? ഞാൻ കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം ഇത് വെച്ച അളക്കേണ്ടത്. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക, ദൈവവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതിലുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തന്നെ ഒന്ന് ശോധന ചെയ്തേ. എൻ്റെ ജീവിതം ഈ വചനം അനുസരിച്ചാണോ? വചനം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭാരപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല, ഒരാവശ്യവുമില്ല. ഇതനുസരിച്ച് നടന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ആര് നോക്കിക്കോളും? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു. റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തപ്പോഴാണ്
ഒരു പോലീസുകാരനെ കണ്ടത്. പുള്ളിക്കാരൻ എന്നെ കണ്ടില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴേ ഒരു പേടി വരുമോ പറഞ്ഞാട്ടെ? ആ, ഞാൻ എന്താ പേടിക്കുന്നേ? ഞാൻ എന്തിനാ പോലീസുകാരനെ കണ്ട് പേടിക്കുന്നത്? പറഞ്ഞേ. റെഡ് ലൈറ്റ് എന്തോ ചെയ്താ? ക്രോസ് ചെയ്താ. ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞത്. ഇന്ന് വിശ്വാസി സാത്താനെ ഇത്രയും ഭയപ്പെടുന്നതിൻ്റെ കാരണം കുറേ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ പോലീസായി പിശാച്. പിശാച് പറഞ്ഞ സംഗതി ആരാ? ഈ പിശാചും ഭൂതങ്ങളും എല്ലാം ഏതാ? സ്വർഗത്തിലെ പോലീസാ. ഇവനെ കാണുമ്പോഴേ ഭയപ്പെടുന്നതിൻ്റെ ഒറ്റ ഒരു കാരണം എന്തോ ചെയ്തിട്ടുണ്ട്? കുറെ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അവൻ പിടിച്ചതാണെങ്കിൽ പിടിച്ചതാ, അവൻ പിടിച്ചില്ലെങ്കിൽ ആ അന്യായം, അവൻ പിടിക്കുന്നത് ആ ന്യായം. മനസ്സിലാകുന്നുണ്ടോ? റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താൽ, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് മാറിയാൽ, പിശാച് പിടിച്ചില്ലെങ്കിൽ അനീതിയ. ദൈവത്തിൻ്റെ നീതിയിൽ ലംഘിക്കുന്നവനെ സാത്താൻ എന്തോ ചെയ്യും? ഒരു ചോദ്യം, പിശാചിനെ കണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോ പിശാച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ ഏത് റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു എന്നൊന്ന് സമ്മതിച്ചേ. നിയമം ലംഘിച്ചാൽ ഇവനുണ്ട്. ഇന്ന് വിശ്വാസികൾ മരണഭീതിയുമുണ്ട്. പിശാചിനെ കണ്ട് അതുകൊണ്ടില്ലയോ ഈ പാല് കാച്ചുന്നത്? വീട് ഉണ്ടാക്കുമ്പോൾ എന്തോ ചെയ്യും? എന്തിനാ പാല് കാച്ചുന്നേ? നിങ്ങളൊന്നും തന്നെ പറഞ്ഞേ. ആ പരിപാടി ഉണ്ടോ? എന്തിനാ പാല് കാച്ചുന്നേ? പ്രാർത്ഥിച്ചല്ലയോ അതിൻ്റെ അകത്ത് കയറിയത്? പാല് കാച്ചുന്നത് എന്തിനായിരുന്നു? പറഞ്ഞേ. നിങ്ങൾ ചെയ്തിട്ടില്ലയോ? ചെയ്തവർ കാണും, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എന്തിനാ കാച്ചിയത്? ഭയം പോവാനാ? ആർക്കറിയാം? എന്തിനാ കാച്ചുന്നത്? പറഞ്ഞേ. മര്യാദയൊന്നുമല്ല. മര്യാദയ്ക്ക് കാപ്പിയും ചായയും ബിസ്ക്കറ്റ് തന്നാൽ മതിയായിരുന്നു. ഈ പാല് കാച്ചിയത് എന്തിനാ? പറഞ്ഞേ. ഈ കാച്ചിയോർ എല്ലാവർക്കും ഇനി പ്രശ്നമാ. നിങ്ങളുടെ വീട്ടിൽ ഒരുവനുണ്ട്, നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതാ, ഇനി അവൻ വിട്ടു പോകുകയില്ല. ജാതികൾ ചെയ്യുന്ന ആചാരങ്ങൾ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല. ഈ പൊസ്തം പറഞ്ഞതായിരുന്നെങ്കിൽ കാച്ചിയാൽ ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞാലും അവനെ വിളിച്ച് കയറ്റിയതാ. ഇനി തലമുറ അനുഭവിക്കും. നിന്റെ കയ്യിൽ ഈ പൊസ്തം ഉണ്ടായിട്ടാണോ നീ ജാതികളുടെ ആചാരം ചെയ്തത്? പൊസ്തൻ മലയാളത്തിൽ വന്നിട്ടും ജാതികൾ ചെയ്യുന്ന ഇത് ചെയ്താൽ മരണശിക്ഷയാ ഇതിൽ എഴുതിയേക്കുന്നത്. ഇതിൽ കൂട്ടാനും നമ്മളൊക്കെ തോന്നുന്നത് ഇത് മനുഷ്യൻ എഴുതിയ എങ്ങനെ ചെയ്താലും ഒരു പ്രശ്നമില്ല. ട്രാഫിക് ലൈറ്റ് ക്രോസ് ചെയ്ത് 50 രൂപ കൊടുക്കുന്ന പോലാണോ ഇത്? എത്ര പേര് ഈ പുസ്തകത്തിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സത്യത്തിന് വേണ്ടി ആൾക്കാർ വില കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം, ഈ പുസ്തകം എന്തോ പറയുന്നു അതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ഭാരങ്ങളില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഖ്യം. ഞങ്ങൾ ഈ പരിശുദ്ധാത്മാനരവ് പ്രാപിച്ചത് ഇതിൽ എഴുതിയിട്ടുണ്ട്. യാചിച്ചാൽ ആർക്കെങ്കിലും ആ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി. എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വർഗം ചെയ്യും, എഴുതിയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ച സമയം വ്യർത്ഥമാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത് മഴയും
നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും ഈ പുസ്തക പ്രമാണമായിരിക്കണം. നമ്മളിന്ന് ചെയ്യുന്നതെല്ലാം, ഇന്ന് കല്യാണങ്ങൾ, മരണം, വീടിൻ്റെ ഉദ്ഘാടനം, ജാതികളെക്കാട്ടും കഷ്ടം, ജാതികളെക്കാട്ടും കഷ്ടം. കാരണം വചനത്തിനും സ്ഥാനം ഇല്ല. നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മൾ ഇന്ന് രാവിലത്തെ സെഷനിൽ 3 ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ചത്, ധ്യാനിച്ചത്. മനുഷ്യൻ്റെ പരമ കർത്തവ്യം, ഞാൻ ചെയ്യുന്നതൊക്കെ എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണോ? എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം എന്തുവാ? ഇത് ദൈവം തന്നേക്കുന്നത്, ഞാനിത് വായിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളോടും പറയുന്നുണ്ടല്ലോ, ഇത് വായിക്കണം. നമ്മുടെ മക്കൾ ഞായറാഴ്ച നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് ഓരോ വാക്യങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് ഞായറാഴ്ച വന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസന്മാരും നിൽക്കുമ്പോൾ വേറെ ഒരു പുസ്തകമല്ലല്ലോ അവരുടെ കയ്യിൽ. ഈ വചനം എടുത്തുകൊണ്ടില്ലേ അവർ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ടല്ലേ പോകുന്നത്. കർത്താവിൻ്റെ ദാസന് ഒരു വാക്യം പറയുമ്പോൾ ഞാൻ അത് തുറന്നില്ലയോ അത് നോക്കുന്നത്. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നേ? ബാക്കി ജാതികളുടെ ഇങ്ങനത്തെ യോഗങ്ങളിൽ പോയാൽ അവിടെ ആരും നോട്ട്ബുക്ക് തുറന്ന് ചെക്ക് ചെയ്യുന്നില്ല. സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ എന്തോ പറഞ്ഞു കണ്ണടച്ച് വിശ്വസിക്കും. നമ്മുടെ യോഗങ്ങളിൽ സ്റ്റേജിൽ ആരെന്തോ പറഞ്ഞാലും പറയുന്നത് വചനപ്രകാരമാണോ എന്ന് നമ്മൾ ഓരോരുത്തർ തുറന്ന് നോക്കും. എന്നിട്ടും ജീവിക്കുന്നത് എങ്ങനെ? ദൈവാത്മാവ് നമ്മളോട് ഇന്ന് രാവിലെ സമയം ചോദിക്കുന്ന ഒരു ചോദ്യം. ഇന്ത്യയെ ഭരിക്കുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മനുഷ്യനെ ഭരിക്കുന്നത് ദൈവവചനം. ലോകത്തിലെ ഏത് മതപുസ്തകമാണെങ്കിലും അത് മനുഷ്യൻ എഴുതിയത്. ഇത് ദൈവവചനമാണ്. ആർക്ക് വേണമെങ്കിലും വായിക്കാം, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ട്രാൻസ്ലേഷനിൽ തെറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ വചനത്തിൽ തെറ്റില്ല. മനുഷ്യനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടിയത് ദൈവവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ട്രാൻസ്ലേഷൻ വെച്ച് കറക്ഷൻ ചെയ്യുന്നത്. വചനത്തിൽ ഒരു തെറ്റുമില്ല. ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ ഞാൻ അനുസരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തോടൊന്ന് സംസാരിച്ചേ. ഹല്ലേലൂയ. ബെൽസസർ സ്നേഹിതന്മാരുടെ കൂടെ ഇരുന്ന് കള്ളു കുടിക്കുമ്പോൾ അവൻ ഒരു എഴുത്ത് കണ്ടു. കടലാസിലല്ല, മതിലേൽ ഒരെഴുത്ത്. ഞാൻ നിന്നെ തൂക്കി നോക്കി. മെനെ മെനെ തെക്കേലു പാർസി. ഒരു അന്യജാതിയായ രാജാവിനെ ദൈവം ത്രാസി തൂക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും സ്വർഗം തൂക്കി നോക്കുന്നുണ്ടോ? എൻ്റെ നടപ്പ്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത ഈ വചനപ്രകാരമാണോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ലോകാന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടണ്ട. നിൻ്റെ അമ്മ മറന്നാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം.
ഹല്ലേലൂയ. ഈ വചനത്തിലും വിശ്വസിച്ചാൽ മതിയല്ലോ. ഈ വചനം പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാൽ മതിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ രക്തം കൊടുത്ത് വാങ്ങിയതാ, ഇനി ഒരു ശിക്ഷാവിധി ഇല്ലെന്ന് എഴുതി തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വാ തുറന്നൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ നിർബന്ധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ ദൈവത്തിലാണ് രസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനപ്രകാരം നടന്നാൽ ഒരു സാത്താനും അടുത്ത് വരത്തില്ല, ഒരു ബാധയും വരുത്തില്ല, ഒരു ശാപവും കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാരുടെ ഒരു ശാപവും ഇല്ല. ഉണ്ടായിരുന്നു, രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചകത്തിട്ടു. അബ്ബ പിതാവെ വിളിക്കാനുള്ള ഭാഗ്യം തന്നു, അവൻ്റെ ആലയമാക്കി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനത്തിനായി സ്തോത്രം, നീ ഒരു പുസ്തകം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഉച്ചരിക്കാത്ത ഞെരുക്കങ്ങളാൽ നമുക്കൊന്ന് അവനോട് സംസാരിക്കാം. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah, 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 hallelujah. Thank you, Lord. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസൻ